നമസ്കാരം, BCV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. കിണറ്റിൽ വീണ മകന്റെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ മരണത്തിന് കീഴടങ്ങിയ വിഷ്ണുവിന് വടക്കാഞ്ചേരി മാരാത്തുകുന്ന് കണ്ണീരോടെ വിടം നൽകി. ആൾമറയില്ലാത്ത കിണറ്റിൽ വീണ 3 വയസ്സുകാരൻ ആയുഷിനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചെങ്കിലും അച്ഛനായ വിഷ്ണുവിന് പുറത്തെത്താനായില്ല. തൃശൂർ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ 100 കണക്കിന് ആളുകൾ അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് ചെറുതുരുത്തി പൊതുശ്മശാനത്തിൽ സംസ്കാരം നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അമരുന്ന വടക്കാഞ്ചേരിയിൽ LDF സ്ഥാനാർത്ഥി സേവ്യർ ചിറ്റിലപ്പള്ളി പ്രചാരണത്തിൽ മുന്നേറുമ്പോൾ UDFും BJPയും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ചേലക്കര മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി UR പ്രദീപ് വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. കേരള കലാമണ്ഡലം, വിദ്യാലയങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ സന്ദർശിച്ച അദ്ദേഹം വരും ദിവസങ്ങളിൽ മണ്ഡലത്തിലുടനീളം വിപുലമായ പര്യടനത്തിന് ലക്ഷ്യമിടുന്നു. ചെറുതുരുത്തി കേരള കലാമണ്ഡലം ഹോസ്റ്റലിലെ പാചകശാലയിൽ പപ്പടം വറുക്കുന്നതിനിടെ എണ്ണ പൊട്ടിത്തെറിച്ച് പാചകക്കാരിക്ക് പൊള്ളലേറ്റു. വള്ളത്തോൾ നഗർ വെട്ടിക്കാട്ടിരി താഴപ്ര സ്വദേശിനി സന്ധ്യയ്ക്കാണ് മുഖത്തും ശരീരത്തിലും പരിക്കേറ്റത്. ചൊവ്വാഴ്ച ഉച്ചയോടെയുണ്ടായ അപകടത്തെ തുടർന്ന് ഇവരെ ഉടൻ തന്നെ വടക്കാഞ്ചേരി ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരാഴ്ചയായി നിലച്ചിരുന്ന പാചകവാതക വിതരണം ചെറുതുരുത്തി മേഖലയിൽ പുനരാരംഭിച്ചു. ചൊവ്വാഴ്ച രാവിലെ മുതൽ സിലിണ്ടറുകൾ എത്തിത്തുടങ്ങിയത് അടച്ചുപൂട്ടൽ ഭീഷണിയിലായിരുന്ന ഹോട്ടലുകൾക്കും വീട്ടമ്മമാർക്കും വലിയ ആശ്വാസമായിരിക്കുകയാണ്. എന്നാൽ വിതരണം പുനരാരംഭിച്ചതിനൊപ്പം സിലിണ്ടറിന് 60 രൂപ വർദ്ധിച്ച് 980 രൂപയായത് ഉപഭോക്താക്കൾക്ക് തിരിച്ചടിയായിട്ടുണ്ട്.